വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഒരു ഗൗണിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് വീഡിയോ ആണ് ഷെയർ ചെയ്യുന്നത് കേട്ടോ. 2 ലെയറിലുള്ള ഒരു ഗൗണായിട്ടാണ് ചെയ്തെടുക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ യോക്ക് പാർട്ടിൽ 2 ഭാഗത്തായിട്ട് ഫ്രില്ല് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സാധാ സ്ലിറ്റ് സൽവാറിൻ്റെ കട്ടിങ് സ്റ്റിച്ചിങ് മാത്രമല്ലാതെ ഡിഫറെൻറ്റ് പാറ്റേണുകളിലുള്ള ഡ്രസ്സുകളുടെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒക്കെ അറിയാൻ താല്പര്യമുള്ളവർ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യാം. അപ്പോൾ ഈ ഗൗൺ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഹെവി ജോർജറ്റിൽ പ്രിൻ്റഡ് ആയിട്ടുള്ള ഹെവി ജോർജറ്റിൽ ഒരു 3.5 മീറ്ററാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ലൈനിങ്ങിന് വേണ്ടിയിട്ട് ക്രേപ്പ് മെറ്റീരിയലിൽ 2 മീറ്ററും എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ തുണി വിഡ്ത്ത് വൈസ് ആദ്യം ഒപ്പം 2ആയിട്ട് മടക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും ഒന്നുകൂടി ഒപ്പം 2ആയിട്ട് മടക്കാം. അപ്പോൾ 4 മടക്ക്. ഫ്രണ്ടും ബാക്കും യോക്ക് പാർട്ട് നമുക്ക് ഇതിൽ നിന്ന് ഒരുമിച്ച് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ആദ്യം ഷോൾഡർ 7 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കാം. അവിടെ നിന്ന് താഴേക്ക് കൈക്കുഴി മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരു 1/2 ഇഞ്ച് ഷോൾഡർ സ്റ്റോപ്പ് ആദ്യം മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് 7 ഇഞ്ച്, അപ്പോൾ മൊത്തം 7.5 ഇഞ്ചിൽ നമുക്ക് കൈക്കുഴി മാർക്ക് ചെയ്ത് കൊടുക്കാം. നമുക്ക് ചെസ്റ്റ് റൗണ്ടിൻ്റെ 4-1 10 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. തയ്യൽ തുമ്പായിട്ട് ഒരു 2 ഇഞ്ച് കൂടി മാർക്ക് ചെയ്ത് കൊടുക്കാം. നമുക്കൊന്ന് നീട്ടി വരച്ചൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. നമുക്ക് കൈക്കുഴി ഇതേപോലെ ഒന്ന് റൗണ്ട് ഷേപ്പിലൊന്ന് ഷേപ്പ് ചെയ്ത് വരച്ച് കൊടുക്കാം. ഇനി നമുക്ക് യോക്കിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. 14 ഇഞ്ചാണ് ഷേപ്പ് ലെങ്ത്ത് വരുന്നത്. അപ്പോൾ 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൂടിയും കൂട്ടി 15 ഇഞ്ചിൽ നമുക്ക് നീട്ടി വരച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഈ ലൈനിൽ വേസ്റ്റ് റൗണ്ടിൻ്റെ 4-1 എനിക്ക് വന്നിട്ട് ഒരു 9 ഇഞ്ചാണ്. ഒരു 9 ഇഞ്ച് മാർക്ക് ചെയ്യുക. അതുപോലെ തന്നെ തയ്യൽ തുമ്പായിട്ട് ഒരു 2 ഇഞ്ചും കൂടി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ സൈഡിലെ മാർക്കിങ്ങുകൾ തമ്മിൽ ഇതേപോലെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക. താഴത്ത് നമുക്കൊരു 3/4 ഇഞ്ച് ഷേപ്പിലൊന്ന് ഷേപ്പ് ചെയ്ത് വരച്ച് കൊടുക്കാം. ഫ്രണ്ട് ആം ഹോൾ ഒരു 1/2 ഇഞ്ചും കൂടി ഒന്ന് കുഴിച്ച് വരച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് യോക്ക് പാർട്ട് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് യോക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞ് ബാക്കിയുള്ള ഈ തുണി ഉണ്ടല്ലോ, ഈ തുണിയിൽ നിന്ന് ബാക്കി ലെങ്ത്തും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ തുണി ഒന്ന് നമുക്ക് കട്ട് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് നമുക്ക് 3-4 മടക്കായിട്ടൊന്ന് വീതി കുറച്ചൊന്ന് മടക്കിയെടുക്കാം. നമുക്ക് ഈ പീസിൽ യോക്കിൻ്റെ ലെങ്ത്ത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ലെങ്ത്ത് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. 51 ഇഞ്ച് ലെങ്ത്താണ് ഞാൻ ഗൗണിന് ഫുൾ ലെങ്ത്തായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ യോക്ക് ലെങ്ത്ത് 14 ഇഞ്ച് കുറച്ചിട്ട് ബാക്കി 37 ഇഞ്ച് 2 ഇഞ്ച് തയ്യൽ തുമ്പും കൂടിയും ആഡ് ചെയ്തിട്ട് 39 ഇഞ്ചിൽ നമുക്കൊന്ന് മാർക്ക് ചെയ്തിട്ടൊന്ന് നീട്ടി വരച്ച് കൊടുക്കാം. ഞാനിതിന് ഒരൊറ്റ പീസായിട്ട് തന്നെയല്ല യോജിപ്പിച്ചെടുക്കുന്നത്, 2 ലെയറിലായിട്ടുള്ള ഗൗണായിട്ടാണ് നമ്മൾ ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു പീസിനെ 2 പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഒരു പീസ് നമുക്കൊന്ന് താഴ്ത്തുന്ന ഒരു 22 ഇഞ്ചും കൂടിയും മുകളിലേക്ക് പോയിൻ്റ് മാർക്ക് ചെയ്തിട്ടൊന്ന് നീട്ടി വരച്ച് കൊടുക്കാം. അപ്പോൾ ഈ 39 ഇഞ്ച് ലെങ്ത്തിലുള്ള ഒരു പീസിനെ നമുക്ക് 2 സെപ്പറേറ്റ് പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. നമുക്കിതുപോലെ 2 ലെയർ, അതിൽ ഒരു ലെയർ താഴത്തെ ലെയർ നീളം കൂടുതലുള്ളൊരു ലെയറും അതിൻ്റെ മുകളിലേക്കുള്ളത് അതിനേക്കാൾ നീളം കുറഞ്ഞ ഒരു ലെയറും, അങ്ങനെ 2 ലെയർ സെപ്പറേറ്റ് ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും ഉള്ള സെപ്പറേറ്റ് ലെയേഴ്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള തുണി ഉണ്ടല്ലോ, ആ തുണിയിൽ നിന്ന് നമുക്ക് സ്ലീവ് കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. തുണി 2ആയിട്ട് മടക്കിയിട്ട് 10 ഇഞ്ച് വീതിയിൽ നമുക്ക് ഇതേപോലെ ഒന്ന് സ്ലീവിനുള്ള ഭാഗം കട്ട് ചെയ്ത് മാറ്റിയേക്കാം. ഇനി എന്നിട്ട് ഈ ബാക്കി വരുന്ന തുണി ഉണ്ടല്ലോ, ഈ ബാക്കി വരുന്ന തുണി നമുക്ക് ലാസ്റ്റ് ലെയറിൽ വിഡ്ത്ത് കൂട്ടാൻ വേണ്ടിയിട്ട് എക്സ്ട്രാ ആയിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ പീസ് നമുക്കൊന്ന് മാറ്റി വെക്കാം. ആദ്യം നമുക്ക് സ്ലീവ് ഒന്ന് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ഒരു 7 ഇഞ്ച് ഇതേപോലെ ഒരു പോയിൻ്റ് മാർക്ക് ചെയ്തിട്ട് അവിടെ നിന്നൊരു 3.5 ഇഞ്ച് ക്യാപ്പ് ഹൈറ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഈ ഫോൾഡ് ചെയ്ത ആ ഭാഗത്തുനിന്ന് നീക്കിയിട്ട് ഒരു 2 ഇഞ്ച് നീക്കിയിട്ട് ഒരു പോയിൻ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിനെ ക്യാപ്പ് ഹൈറ്റിലേക്ക് ഇതേപോലെ ഒന്ന് റൗണ്ട് ഷേപ്പിലൊന്ന് സ്ലീവ് ഷേപ്പ് ചെയ്ത് വരച്ച് കൊടുക്കുക. നമുക്ക് ഫ്രണ്ട് ആം ഹോളിന് വേണ്ടിയിട്ട് ഒരു 1/2 ഇഞ്ച് കുഴിച്ചും വരച്ച് കൊടുക്കുക. സ്ലീവിൻ്റെ താഴത്തെ ഭാഗത്ത് ചെറിയ പ്ലീറ്റ്സ് ഇട്ടാണ് എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ തുണിയുടെ വീതി 10 ഇഞ്ചിൽ തന്നെ നമുക്കൊന്ന് സ്ലീവ് ലൂസ് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് സ്ലീവ് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. സ്ലീവിൻ്റെ ലെങ്ത്ത് ഞാനൊരു 17 ഇഞ്ചാണ് കേട്ടോ എടുത്തത്. ഇനി ഇതിൻ്റെ താഴത്തെ ഭാഗത്ത് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ അതിന് വേണ്ടിയിട്ട് അറ്റം വരെ ഒരു ലൂസ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് ഒരു നൂല് മാത്രം വലിച്ചൊന്ന് ഇതേപോലെ ഒന്ന് ചുരുക്കിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് താഴത്ത് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് 1.5 ഇഞ്ച് വീതിയും 12 ഇഞ്ച് ലെങ്ത്തുള്ള ഒരു സ്ട്രിപ്പ് ഇതേപോലെ കട്ട് ചെയ്തിട്ട് വക്കുകൾ തമ്മിൽ ഇതേപോലെ ഒന്ന് ഒരുമിച്ച് വെച്ചിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്റ്റിച്ച് ചെയ്യുന്ന ഭാഗങ്ങളൊന്നും കാണിക്കുന്നില്ല കേട്ടോ. ഇല്ലെന്നുണ്ടെങ്കിൽ വീഡിയോയുടെ ലെങ്ത്ത് ഒരുപാട്
കൂടിപ്പോവും. ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ ഈ എഡ്ജ് ഉണ്ടല്ലോ, ഈ പട്ടയുടെ 1.5 ഇഞ്ച് വീതിയിലാക്കിയ എഡ്ജ് ഇതേപോലെ ഒന്ന് 1/2 ഇഞ്ച് വീതിയിലൊന്ന് മടക്കിയിട്ട് ആ തയ്യൽ തുമ്പിനെ ഉള്ളിലേക്ക് ആക്കി, ആ തയ്യൽ തുമ്പ് പുറത്തേക്ക് കാണാത്ത രീതിയിൽ ഇതേപോലെ ഒന്ന് കവർ ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ മുകളിലൂടെ ഒന്ന് പതിച്ചടിച്ചെടുക്കാം. ഈ രീതിയിൽ നമുക്ക് 2 സ്ലീവും സ്റ്റിച്ച് ചെയ്ത് മാറ്റി വെക്കാം. നമ്മൾ സ്ലീവിന് വേണ്ടി എടുത്തിട്ട് ബാക്കി വന്ന എക്സ്ട്രാ പീസില്ലേ, നമ്മൾ മാറ്റി വെച്ച ഒരു പീസ് ഉണ്ടല്ലോ, ആ പീസിനെ എടുത്തിട്ട് നമുക്ക് താഴത്തെ ലെയറില്ലേ, നമ്മൾ 2 ലെയർ എടുത്തല്ലോ, ഒരെണ്ണം വീതി കൂടിയതും ഒരെണ്ണം വീതി കുറഞ്ഞതായിട്ടുള്ള ലെയർ എടുത്തില്ലേ, അതിൽ 22 ഇഞ്ച് ലെങ്ത്തിൽ കട്ട് ചെയ്ത ആ ലെയർ ഉണ്ടല്ലോ, താഴത്തെ ലെയർ, ആ ലെയറിൻ്റെ ഒപ്പം ഈ പീസ് ഇതേപോലെ വെച്ചിട്ട് നമുക്കൊന്ന് ജോയിൻ ചെയ്തെടുക്കാം. എനിക്കിപ്പോൾ ഇതൊരു എക്സ്ട്രാ പീസ് ഒരു 13 ഇഞ്ച് വിട്ടും കൂടിയും കൂടുതലായിട്ട് കിട്ടിയിട്ടാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ ഈ 13 ഇഞ്ച് തന്നെ ആയിരിക്കൊള്ളുന്നില്ല, ചിലപ്പോൾ അതിനേക്കാൾ കൂടുതൽ കിട്ടാം, ചിലപ്പോൾ അതിനേക്കാൾ കുറവായിരിക്കാം. ഇനി നമുക്കിതിൻ്റെ ഒരു സൈഡിൽ വക്കിൽ എഡ്ജിൽ നമുക്കൊന്ന് ലൂസ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുന്നതിന് പകരമായിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് ഒരു നൂല് വലിച്ചിട്ടൊന്ന് ചെറിയ ചെറിയ ചുരുക്കുകൾ ഇട്ടെടുക്കാം. ചുരുക്കുകൾ ഇട്ടിട്ട് നമ്മൾ എത്രത്തോളം വീതിക്ക് അഡ്ജസ്റ്റ് ചെയ്തെടുക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇതിന് തൊട്ട് മുമ്പുള്ള ലെയർ ഉണ്ടല്ലോ, അതായത് ഫസ്റ്റ് ലെയർ, ആ ഫസ്റ്റ് ലെയറിൻ്റെ വിഡ്ത്തിൻ്റെ ഒപ്പമാക്കിയിട്ട് നമുക്ക് ഇതേപോലെ ചുരുക്കുകൾ ഇട്ടിട്ട് ഈ പീസ് മാറ്റി വെക്കാം. നമുക്ക് ബാക്കിലത്തെ പീസിൽക്കും കൂടിയും ഇതേപോലെ എക്സ്ട്രാ പീസ് ജോയിൻ ചെയ്തെടുത്ത ശേഷം നമുക്ക് ഇതിൻ്റെ ഈ ഒരു എഡ്ജിൽ നമുക്ക് ലൂസ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കൊരു നൂല് വലിച്ചിട്ട് ചുരുക്കുകൾ ഇട്ടിട്ട് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാം. നമുക്ക് ഈ ഗൗണിൻ്റെ ലൈനിങ്ങും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 മീറ്റർ ലൈനിങ് ലെങ്ത് വൈസും വിഡ്ത്ത് വൈസും ഒപ്പം ഇതേപോലെ ഒന്ന് മടക്കിയിട്ട് 4 മടക്കിൽ മടക്കിയിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച യോക്ക് പാർട്ടുണ്ടല്ലോ, ആ യോക്ക് പീസ് എടുത്തിട്ട് ഒപ്പം മടക്കിയിട്ട് ഈ ഫോൾഡഡ് ഭാഗത്ത് ഒരുമിച്ച് വെച്ച് കൊടുക്കുക. ഇത് നമുക്കിതിൻ്റെ ഔട്ട്ലൈനിലൂടെ ഒന്ന് മാർക്ക് ചെയ്ത് വരച്ചു കൊടുക്കാം. നമുക്ക് ഈ ഔട്ട്ലൈൻ ഒന്ന് തെളിച്ച് വരച്ചു കൊടുക്കാം. വരച്ചു കൊടുക്കുമ്പോൾ നമ്മൾ ഈ ഷേപ്പ് ലെങ്ത് ഉണ്ടല്ലോ, ആ ഷേപ്പ് ലെങ്ത് വരെ മാത്രം ഈ ഔട്ട്ലൈനിലൂടെ വരച്ചാൽ മതി. ബാക്കിയുള്ള വിഡ്ത്ത് നമ്മൾ ഈ തുണിയുടെ താഴത്തെ അറ്റത്തേക്ക് ഷേപ്പിലൊന്ന് ചെരിച്ചൊന്ന് വരച്ച് യോജിപ്പിച്ച് കൊടുത്താൽ മതി. ഇപ്പോൾ ലൈനിങ് നമുക്കിതുപോലെ ഒരൊറ്റ പീസായിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. ഓരോ ലെയറിന് നമ്മൾ ലൈനിങ്ങും കൂടിയും ജോയിൻ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. ഫുൾ ഗൗണിന് ഒരൊറ്റ ലൈനിങ് ആയിട്ട് ചെയ്തെടുത്താൽ മതി. സ്ലീവിന് ഞാൻ ലൈനിങ് കൊടുക്കാതെയാണ് ഈ ഗൗൺ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് ലൈനിങ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ സ്ലീവിൻ്റെ ലൈനിങ് കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഈ ഫ്രണ്ടിലെ യോക്കിൽ 2 സൈഡിലായിട്ട് ഓരോ ഫ്രില്ല് പിടിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 ഇഞ്ച് വിഡ്ത്തും 30 ഇഞ്ച് ലെങ്ത്തിലുള്ള 2 സ്ട്രിപ്പുകൾ നമുക്ക് ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ ഫ്രില്ല് വെക്കാൻ വേണ്ടിയിട്ടുള്ള പൊസിഷൻ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. യോക്ക് പീസ് ഇതേപോലെ ഒന്ന് ഒപ്പം മടക്കിയിട്ട് നമുക്ക് സെൻറ്ററിൽ നിന്ന് നീക്കിയിട്ട് 4 ഇഞ്ച് നീക്കിയിട്ട് ഒരു പോയിൻ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതേപോലെ താഴത്തെ ഭാഗത്തും 4 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ ഇതേപോലെ സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ലൈൻ വരച്ചു കൊടുക്കുക. നമ്മൾ ഒരു സൈഡിൽ പിടിപ്പിക്കാനുള്ളത് ലൈൻ വരച്ചു. അതേപോലെ തന്നെ ഈ യോക്ക് പാർട്ട് തിരിച്ച് വെച്ചിട്ട് ഇപ്പുറത്തെ സൈഡിലും 4 ഇഞ്ച് നീക്കിയിട്ട് ഒരു പോയിൻ്റ് മാർക്ക് ചെയ്തിട്ട് നമുക്ക് ഇതേപോലെ നീട്ടി ഒരു ലൈൻ വരച്ചു കൊടുക്കാം. ഈ സ്ട്രിപ്പിൻ്റെ ഒരു വശത്ത് നമുക്ക് വക്കൊന്ന് മടക്കി അടിച്ചു കൊടുക്കാം. ഞാൻ ഹെം റോൾ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. അതല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ വളരെ തിന്നായിട്ടൊന്ന് അതിൻ്റെ വക്ക് അടിച്ചെടുത്താൽ ഇതുപോലെ 2 പീസിൻ്റെയും ഒരു സൈഡ് നമുക്ക് വക്ക് മടക്കി അടിച്ചു കൊടുക്കാം. മറ്റേ സൈഡിൽ നമുക്ക് ലോങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതിൻ്റെ ഒരു നൂലൊന്ന് വലിച്ചിട്ട് ഇതേപോലെ ഒന്ന് ചുരുക്കുകൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ചുരുക്ക് നമ്മൾ ഇട്ടെടുക്കേണ്ടത് ഈ യോക്ക് ഉണ്ടല്ലോ, ഈ യോക്കിൻ്റെ ലെങ്ത്തിൻ്റെ ഒപ്പാകണത് വരെ ആക്കിയിട്ട് ചുരുക്കിട്ടിട്ട് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാം. അതുപോലെ 2 സ്ട്രിപ്പുകളും യോക്കിൻ്റെ ഒപ്പാക്കിയിട്ട് ചുരുക്കുകൾ ഇട്ടിട്ടെടുക്കാം. ഇനി ഫ്രില്ലിന് നമ്മൾ മാർക്ക് ചെയ്ത ലൈനിലുണ്ടല്ലോ, ലൈനിൽ ഇതേപോലെ ഉള്ളുഭാഗത്തേക്ക് ഫ്രില്ല് വരുന്ന രീതിയിൽ വെച്ചിട്ട് 1/2 ഇഞ്ച് തയ്യൽ തുമ്പിട്ടിട്ട് നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ ഫ്രില്ലിന് ഇപ്പുറത്തേക്ക് മറിച്ച് നേരെ വെച്ചിട്ട് അതിൻ്റെ മുകളിലൂടെ ഒന്ന് പതിച്ചടിച്ച് കൊടുക്കുക. ഇതുപോലെ 2 സൈഡിലെ ഫ്രില്ലും പതിച്ചടിച്ചെടുക്കുക. ഇനി നമുക്ക് ലൈനിങ്ങിൽ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. നമുക്ക് ആദ്യം ഫസ്റ്റ് ലെയർ ഒന്ന് ഈ യോക്കുമായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഫസ്റ്റ് ലെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വീതി കുറഞ്ഞിട്ടുള്ള പീസ്, നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്ത പീസല്ല, ആ പീസ് ഇതേപോലെ ചുരുക്കുകൾ ഇട്ടിട്ട് നമുക്ക് ഈ യോക്കിൻ്റെ വിഡ്ത്തിൻ്റെ ഒപ്പാക്കിയിട്ട് എടുക്കുക. എന്നിട്ട് യോക്കിൻ്റെ ഇതിൻ്റെ നല്ല വശവും തമ്മിൽ ഒരുമിച്ച് വെച്ചിട്ട് നമുക്കൊന്ന് 1/2 ഇഞ്ച് തയ്യൽ തുമ്പിലൊന്ന് കൂട്ടി അടിച്ചു കൊടുക്കാം. നമുക്കിനി നെക്സ്റ്റ് ലെയർ കൂടി ഒന്ന് പിടിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ എക്സ്ട്രാ പീസ് ആഡ് ചെയ്തിട്ട്
ഫ്രില്ലിട്ട് മാറ്റി വെച്ച ഞെറിയിട്ട് മാറ്റി വെച്ച പീസ് ഉണ്ടല്ലോ അത് ഇതിൻ്റെ താഴെ വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഈ ഞെറി വിടുമ്പോൾ ഇതേപോലെ ഒപ്പം മടക്കി നോക്കുക, രണ്ട് സൈഡിലേക്കും ഈവൺ ആയിട്ടല്ലേ പ്ലീറ്റ്സ് വന്നിട്ടുള്ളതെന്നൊന്ന് ചെക്ക് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ രണ്ട് സൈഡിലേക്കും പ്ലീറ്റ്സ് ഒരേപോലെ ആക്കിയിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്കിതിൻ്റെ രണ്ടിൻ്റെയും നല്ല വശവും തമ്മിൽ ഇതേപോലെ ഒന്ന് ഒപ്പം വെച്ചിട്ട് ഈ അറ്റം തുടങ്ങി മറ്റേ അറ്റം വരെ ഒന്ന് കൂട്ടി അടിച്ചെടുക്കാം. ഇതിപ്പോൾ നമ്മൾ 2 ലെയറിലുള്ള ഗൗണാണ് സ്റ്റിച്ച് ചെയ്തെടുത്തത്. ഇതുപോലെ തന്നെ 2 ലെയർ, 3 ലെയർ, അങ്ങനെ പല ഡിഫറെൻറ്റ് ടൈപ്പിലുള്ള ലേയേർഡ് ഗൗണുകൾ, ടോപ്പുകളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കതൊക്കെ ഇനി ഓരോ വീഡിയോകളിലായിട്ട് ചെയ്ത് കാണിക്കാം. അപ്പോൾ അത്തരം പാറ്റേണിനൊക്കെ ഇൻട്രസ്റ്റ് ഉള്ളവർ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഫോളോ ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഗൗണിൻ്റെ ഫ്രണ്ട് പോർഷൻ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. നെക്ക് നമുക്ക് ലൈനിങ്ങിൽ ചെയ്യുമ്പോൾ ചെയ്തെടുക്കാം കേട്ടോ. നമുക്ക് ഇതേപോലെ തന്നെ ഗൗണിൻ്റെ ബാക്ക് പീസും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ബാക്കിലെ യോക്ക് പീസിൻ്റെ ഒപ്പം ഫസ്റ്റ് ലെയർ നമുക്കൊന്ന് ജോയിൻ ചെയ്തെടുക്കാം. അപ്പോൾ ആ വീതി കുറഞ്ഞ ആ പീസ് ഉണ്ടല്ലോ, ഇതേപോലെ നമുക്ക് യോക്കിൻ്റെ വിഡ്ത്തിനൊപ്പാക്കിയിട്ട് നമുക്ക് ഇതേപോലെ പ്ലീറ്റ്സുകളിട്ടെടുക്കാം. ഇനി നമുക്ക് ഈ ഫസ്റ്റ് ലെയറിൻ്റെ നല്ല വശത്തേക്ക് ഈ യോക്കിൻ്റെ നല്ല വശം ഇതേപോലെ രണ്ടും കൂടി ഒരുമിച്ച് വെച്ചിട്ട് വക്കുകൾ തമ്മിലൊന്ന് കൂട്ടി അടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് താഴത്തേക്കുള്ള സെക്കൻഡ് ലെയറും കൂടി ഒന്ന് പിടിപ്പിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ബാക്ക് പീസും നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തെടുക്കാം. നമ്മൾ എല്ലാ ലെയേഴ്സും കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കട്ട് ചെയ്ത് കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ പ്ലീറ്റുകളൊക്കെ ഇട്ടിട്ടൊന്ന് ചുരുക്കി ഇട്ട് വെക്കുക. അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും. അപ്പോൾ ഇതുപോലെ നമുക്ക് ഫ്രണ്ടിലത്തെയും ബാക്കിലത്തെയും യോക്കും ലെയേഴ്സും തമ്മിലൊന്ന് സ്റ്റിച്ച് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. നമുക്ക് നെക്ക് കൂടി രണ്ടിലൊന്ന് നെക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ക്യാൻവാസിലൊന്ന് നെക്ക് കട്ട് ചെയ്തെടുക്കാം. ക്യാൻവാസ് ഇതേപോലെ ഒപ്പം രണ്ടായിട്ട് മടക്കിയിട്ട് നമുക്ക് കഴുത്തകലം 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. കഴുത്തിറക്കം ഒരു 6 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് നമുക്കൊരു ബോക്സ് വരച്ചിട്ട് നെക്കിൻ്റെ ഷേപ്പ് ഒന്ന് വരച്ചു കൊടുക്കാം. നെക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഷേപ്പിൽ വേണമെങ്കിലും വരച്ചെടുക്കാം കേട്ടോ. നെക്ക് നമ്മൾ വരച്ച് കഴിഞ്ഞ ശേഷം അതിൻ്റെ ഔട്ടർ 1 ഇഞ്ച് നീക്കിയിട്ട് നമുക്ക് അതിൻ്റെ താഴത്തെ ഭാഗത്തും കൂടി ഇതേപോലെ ഒന്ന് യു ഷേപ്പിലൊന്ന് വരച്ചെടുത്തിട്ട് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഈ നെക്കിൻ്റെ മുകൾ ഭാഗത്ത് ഒരു 1/2 ഇഞ്ച് വീതിയിൽ ഇതേപോലെ ഒരു ലൈൻ ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ആ ലൈൻ നിർത്തിയിട്ട് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ഈ ക്യാൻവാസിന് സാധാരണ നമ്മൾ ഒരു എക്സ്ട്രാ പീസ് അയൺ ചെയ്തിട്ട് നമ്മൾ നെക്ക് പിടിപ്പിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഞാനിത് എക്സ്ട്രാ പീസിലൊന്നും വെച്ചിട്ട് അയൺ ചെയ്തെടുക്കുന്നില്ല. ഡയറക്റ്റ് നമ്മൾ ലൈനിങ് പീസ് ഉണ്ടല്ലോ, നമ്മൾ ലൈനിങ്ങിന് വേണ്ടി കട്ട് ചെയ്ത് വെച്ച പീസ് ഉണ്ടല്ലോ, ആ പീസിൽ നെക്ക് ഭാഗത്ത് വെച്ചിട്ട് ഡയറക്റ്റായിട്ട് അയൺ ചെയ്ത് പിടിപ്പിച്ച് കൊടുക്കുക ചെയ്തത്. അപ്പോൾ ലൈനിങ് വെച്ച ഡ്രസ്സ് നമ്മൾ നിഴലടിക്കാത്ത പീസുകളിൽ ചെയ്തെടുക്കുമ്പോൾ ഞാൻ നെക്ക് ഈ രീതിയിലാണ് ചെയ്ത് കൊടുക്കാറുള്ളത്. ലൈനിങ് വെച്ച തുണിയിൽ നമുക്ക് ക്യാൻവാസ് വെക്കാതെയും നെക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അങ്ങനെ ചെയ്തതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയാണെന്ന് അറിയണം എന്നുള്ളവർക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. നമുക്കിതിനെ മെയിൻ ഫാബ്രിക്കിൽ വെച്ചിട്ട് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഫ്രണ്ട് ചെയ്തെടുത്തില്ലേ ഗൗണിൻ്റെ, അതിൻ്റെ നല്ല വശത്ത് ഈ ലൈനിങ്ങിൻ്റെ നല്ല വശം ഇതേപോലെ ഒരുമിച്ച് വെക്കുക. അതായത് നമ്മൾ ക്യാൻവാസ് ഒട്ടിച്ച ഭാഗം മുകളിലേക്ക് കാണുന്ന രീതിയിൽ ഇതേപോലെ വെച്ചിട്ട് നമുക്ക് നെക്ക് റൗണ്ട് ഉണ്ടല്ലോ, ആ ക്യാൻവാസിൻ്റെ കറക്റ്റ് അരികിലൂടെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് തയ്യൽ തുമ്പ് നിർത്തിയിട്ട് ബാക്കിയുള്ള ഭാഗം കട്ട് ചെയ്തെടുക്കാം. ഇനി സ്റ്റിച്ചിൽ കൊള്ളാതെ ഈ തയ്യൽ തുമ്പിന് നമുക്ക് ഇതേപോലെ ചെറിയ കട്ടുകൾ ഇട്ട് കൊടുത്തിട്ട് ഈ ലൈനിങ്ങിനെ നമുക്ക് ഇതേപോലെ ഒന്ന് ചീത്ത വശത്തേക്ക് മറിച്ചിട്ടെടുക്കാം. ഇനി നമുക്ക് ഗൗണിൻ്റെ വക്ക് താഴത്ത് ഇതേപോലെ ഒന്ന് മടക്കി അടിച്ചു കൊടുക്കാം. അതേപോലെ തന്നെ ലൈനിങ്ങിൻ്റെ വക്കും ഒന്ന് മടക്കി അടിച്ചെടുക്കാം. ഇനി നമുക്ക് ബാക്ക് നെക്ക് ചെയ്തെടുക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് ക്യാൻവാസ് ഇതേപോലെ ഒപ്പം രണ്ടായിട്ട് മടക്കിയിട്ട് കഴുത്തകലം 3 ഇഞ്ച്, സെയിം 3 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കുക. കഴുത്തിറക്കം 2.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഒരു ബോക്സ് വരച്ചിട്ട് നമുക്ക് യു ഷേപ്പിലൊന്ന് നെക്ക് വരച്ചെടുക്കാം. 1 ഇഞ്ച് വിഡ്ത്തിലൊരു ഔട്ടർ ലൈനും കൂടി ഒന്ന് യു ഷേപ്പിൽ തന്നെ ഒന്ന് വരച്ചെടുത്തിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഈ ബാക്ക് പീസിന് നമുക്ക് 1/2 ഇഞ്ച് ഗ്യാപ്പിലൊരു ബ്രിഡ്ജ് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ഈ പീസിന് ബാക്കിലെ ലൈനിങ് ഉണ്ടല്ലോ, അതിൻ്റെ ലൈനിങ്ങിൻ്റെ മുകളിൽ വെച്ചിട്ടൊന്ന് അയൺ ചെയ്തെടുക്കാം. നമ്മൾ ഗൗണിന് ബാക്ക് ചെയ്തെടുത്തില്ലേ, 3 ലെയേഴ്സും തമ്മിൽ ഒരുമിച്ച് വെച്ചിട്ട് ആ പീസിൻ്റെ നല്ല വശത്ത് വന്നിട്ട് ഈ ലൈനിങ്ങിൻ്റെ നല്ല വശം ഇതേപോലെ ഒരുമിച്ച് വെച്ചിട്ട് നമുക്ക് ആ ക്യാൻവാസിൻ്റെ അരികിലൂടെ ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം.
തയ്യൽ തുമ്പ് നിർത്തി ബാക്കി ഭാഗം ഇതേപോലെ കട്ട് ചെയ്തിട്ട് നമുക്ക് ചെറിയ കട്ടുകൾ ഇട്ട് കൊടുത്ത് സാധാരണ പോലെ തന്നെ ചെറിയ കട്ടുകൾ ഇട്ട് കൊടുത്തിട്ട് ഈ ഇതിന് ചീത്ത വശത്തേക്കൊന്ന് മറിച്ചിട്ടെടുക്കാം. നെക്ക് സ്റ്റിച്ച് ചെയ്ത ശേഷം നമുക്ക് ഇനി ഷോൾഡേഴ്സ് തമ്മിൽ ജോയിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഫ്രണ്ട് പീസിൻ്റെ നല്ല വശം ഈ ബാക്കിൻ്റെ നല്ല വശം തമ്മിൽ ഇതേപോലെ ഒരുമിച്ച് വെച്ചിട്ട് നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കാം. അപ്പോൾ ഷോൾഡർ ജോയിൻ ചെയ്യണം ഞാൻ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല, കാരണം ഞാൻ ഓൾറെഡി ഒരുപാട് വീഡിയോസിൽ പറഞ്ഞു കഴിഞ്ഞതാണ്. എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാമെന്ന് മാത്രം. രണ്ടിൻ്റെ നല്ല വശം ഇതേപോലെ ഒരുമിച്ച് വെച്ചിട്ട് ഈ ബാക്കിലെ ലൈനിങ് ഉണ്ടല്ലോ, ആ ലൈനിങ് പീസിനെ മാത്രം നമുക്ക് ഇതേപോലെ ഫ്രണ്ടിലേക്ക് ഒന്ന് മറിച്ചിട്ട് ഈ ഷോൾഡറിലൂടെ നമുക്ക് ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് ജോയിൻ ചെയ്തെടുക്കാം. ഇതേപോലെ തന്നെ അപ്പുറത്തെ ഷോൾഡർ നമുക്കൊന്ന് ജോയിൻ ചെയ്തെടുക്കാം. ഈ രീതിയിൽ തയ്യൽ തുമ്പ് ഒട്ടും പുറത്ത് കാണാത്ത വിധത്തിൽ നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുത്തിട്ട് സ്ലീവ് പിടിപ്പിച്ച് കൊടുക്കാം. സ്ലീവിൻ്റെ സെൻറ്റർ ആദ്യം നമുക്ക് ഇവിടെ ഇതേപോലെ ഒന്ന് പിൻ ചെയ്ത് വെച്ച് കൊടുത്തിട്ട് രണ്ട് സൈഡിലേക്കും സ്റ്റിച്ച് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്ലീവ് ഈ ആം ഹോളിൻ്റെ കറക്റ്റ് ഒപ്പമായിട്ട് തന്നെ കിട്ടും. ഇപ്പോൾ സെൻറ്റർ നീങ്ങിപ്പോവുക അല്ലെങ്കിൽ ഒരു സൈഡിലേക്ക് സ്ലീവ് തികയാതെ വരിക കൂടിപ്പോവുക അങ്ങനെ ഒന്നും ചെയ്യില്ല. ഈ രീതിയിൽ നമ്മൾ രണ്ട് സ്ലീവും ജോയിൻ ചെയ്തെടുക്കാം. നമുക്കിതിൻ്റെ സൈഡ് കൂട്ടി അടിച്ചു കൊടുക്കാം. ഇപ്പോൾ കൈ ലൂസ് ഇട്ടിട്ട് നമ്മൾ ഷേപ്പ് ലെങ്ത്ത് മാർക്ക് ചെയ്തില്ലേ, അവിടെ വരെ നമുക്ക് ലൈനിങ്ങും മെയിൻ ഫാബ്രിക്കും തമ്മിൽ ഒരുമിച്ച് കൂട്ടി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. താഴെ അറ്റം വരെ രണ്ടും കൂടി കൂട്ടി വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കരുത്. ആദ്യം മെയിൻ ഫാബ്രിക്കിൻ്റെ സൈഡൊന്ന് കൂട്ടി അടിച്ചെടുക്കുക. എന്നിട്ട് അതിനെ നമുക്ക് ഉള്ളിലേക്ക് നീക്കി വെച്ചിട്ട് ലൈനിങ്ങിൻ്റെ മാത്രം ലൈനിങ്ങും തമ്മിൽ കൂട്ടി വെച്ചിട്ട് ലൈനിങ്ങിൻ്റെ സൈഡും കൂടി ഒന്ന് കൂട്ടി അടിച്ചെടുക്കുക. അപ്പോൾ ഇതിൻ്റെയൊക്കെ സൈഡ് എങ്ങനെയാണ് കൂട്ടി അടിക്കണം എന്നുള്ളത് എൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്, കാണാത്തവർ അത് കണ്ടു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്ത് ചോദിക്കാവുന്നേ ഉള്ളൂ കേട്ടോ. ഇതുപോലെ രണ്ട് സൈഡും കൂട്ടി അടിച്ചെടുത്ത് കഴിഞ്ഞാൽ ഗൗണിൻ്റെ സ്റ്റിച്ചിങ് കംപ്ലീറ്റ് ആയി. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതേപോലെ തന്നെ ഇതിപ്പോൾ 2 ലെയറിലുള്ള ഗൗണായിട്ടാണ് ചെയ്തത്. നമുക്ക് ഡിഫറെൻറ്റ് പാറ്റേണിലുള്ള ലെയേർഡ് ഗൗണുകൾ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അതിൻ്റെയൊക്കെ പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.